റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ചിത്രീകരിച്ചു തന്നു എന്തേ ഈ ഒരു ആപൽഘട്ടത്തിലൂടെ മുസ്ലിമീങ്ങൾ കടന്നു പോകാനുള്ള കാരണം. രണ്ട് കാരണങ്ങളാണ്. യൻസിഉല്ലാഹുൽ മഹാബത മിൻ ഖുലൂബി അദുവിക്കും, ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം തോന്നുന്ന ഒരു കാലം. മുസ്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു സമയം. നമ്മളോടൊരു നിസ്സാരഭാവം ശത്രുക്കൾക്ക് തോന്നിത്തുടങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് വരെ പരസ്യമായിട്ട് നിസ്കരിക്കാനോ ദീനീ ചിട്ടയിലൂടെ ജീവിക്കുവാനോ നബി തങ്ങൾക്കോ സഹാബാക്കൾക്കോ സാധിച്ചിരുന്നില്ല. കഅബയിൽ ചെന്ന് തവാഫ് ചെയ്യാൻ, ഹറമിൽ ചെന്ന് നിസ്കരിക്കാൻ സഹാബാക്കൾക്ക് സാധിച്ചിരുന്നില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ വരെ വളരെ രഹസ്യമായി അവരുടെ ഇസ്ലാമിനെ മറച്ചു വെച്ചിരുന്ന ഒരു കാലം. പക്ഷേ വളരെ അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ തുടങ്ങിയത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്ന സാഹചര്യം മുതലാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ലസ്നാ അലൽ ഹഖ്, ഞങ്ങൾ സത്യത്തിന്റെ ആളുകളല്ലേ, ഞങ്ങൾ സത്യത്തിന്റെ ആളുകളല്ലേ നബിയേ? തങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങൾ സത്യത്തിന്റെ ആളുകളാണ്. അവര് തിന്മയുടെ വാഹകരല്ലേ, നമ്മൾക്കെതിരെ ശബ്ദിക്കുന്നവർ, നമ്മൾക്കെതിരെ ഒച്ചപ്പാടുണ്ടാക്കുന്നവർ, പേനയുന്തുന്നവർ, പ്രഭാഷണം നടത്തുന്നവർ, അവര് തിന്മയുടെ ആളുകളല്ലേ? തങ്ങൾ പറഞ്ഞു, ഫല, അതെ, അവര് തിന്മയുടെ ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ പേടി? പിന്നെ എന്തിനാണ് ഈ മറഞ്ഞു നിൽക്കുന്നത്? പിന്നെ എന്തിനാണ് ഈ ഒളിച്ചു നിൽക്കുന്നത്? ധൈര്യമായിട്ട് ഞങ്ങൾക്ക് എന്റെ ദീന ദഅവത്ത് നടത്തിക്കൂടെ? സത്യം തുറന്നു പറയാൻ ഞങ്ങൾ ആരെയാണ് നബിയെ പേടിക്കേണ്ടത് എന്ന് നബി തങ്ങളോട്, അല്ലാഹുവിന്റെ ഹബീബിനോട് ഉമർ തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുന്നത്, യാ ഉമർ, മാ തറാ, നിന്റെ അഭിപ്രായം എന്താണ്? എന്ത് ചെയ്യണം? ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് പരസ്യമായി കഅബയിൽ ചെന്ന് തവാഫ് ചെയ്യാം, കഅബയിൽ ചെന്ന് പരസ്യമായി തവാഫ് ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് സമ്മതിക്കുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12ന്റെ രാത്രിയിലും രാവിലകളിലും നമ്മൾ നടത്തുന്ന റാലി, നമ്മൾ നടത്തുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പാടി പ്രഭാതങ്ങളിൽ നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത്, നിരനിരയായി സഞ്ചരിക്കുന്നത്. അന്നല്ലെങ്കിലും ഇതിനാരാ തുടക്കം കുറിച്ചത്? മാക്സിമം ഓപ്പൺ ആക്കണേ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഫുള്ള് തുറക്കിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? ഞങ്ങൾക്ക് പരസ്യമായി കഅബയിൽ ചെന്ന് തവാഫ് ചെയ്യാം നബിയേ. നബി തങ്ങൾ സമ്മതിച്ചു. 2 സഫാക്കി. ഒന്നാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ, രണ്ടാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങളെന്ന് പറയാൻ മടിച്ചിരുന്ന ആളുകൾ, പരസ്യമായി നിസ്കരിക്കാനോ ഇബാദത്ത് ചെയ്യാനോ ഭയന്നിരുന്ന ആളുകൾ മഹാനായ ഉമർ തങ്ങളുടെ മുന്നിൽ ഉമർ തങ്ങൾ 2 സഫാണ്. രണ്ടാമത്തെ സഫിന്റെ മുന്നിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു. രണ്ടുപേരുടെയും നേതൃത്വത്തിൽ 40ഓളം മുസ്ലിമീങ്ങൾ കഅബ തവാഫ് ചെയ്യാൻ പോയി. ആക്രമിക്കാൻ കടന്നു വന്ന മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ഉമറിനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒന്നാമത്തെ നിര, അതിന്റെ തലപ്പത്തുള്ളത് മഹാനായ ഉമർ തങ്ങളാണല്ലോ.
ആണല്ലോ. എന്നാ പിന്നെ രണ്ടാമത്തെ നിര, അതിന്റെ തലപ്പത്തുള്ളത് മഹാനായ ഹംസത്തുൽ ഖറാർ. പഠിച്ചുപോയി, ആരും ഒന്നും ചെയ്തില്ല, തടുക്കാനോ ചെറുക്കാനോ ഒരാളും കടന്നു വന്നില്ല. ധൈര്യമായി കഅബയിലൂടെ തവാഫ് ചെയ്ത് മുസ്ലിം എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നടക്കാൻ തുടങ്ങിയത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നത് മുതൽ. എന്നാൽ കാലക്രമേണ നമ്മുടെ അഭിമാനം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. കാലക്രമേണ നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുജേ ആബാസ് അപ്നെ കോയി നിസ്ബത്ത് ഹോ നഹീ സക്തി കെ തൂ ഗുഫ്താർ വോ കിർദാർ തൂ സാബിത് വ സയ്യാറ. എന്റെ പ്രപിതാക്കളുമായിട്ട് എന്ത് ബന്ധമാണ് നിനക്ക് പറയാനുള്ളത്? മുസ്ലിം എന്നല്ലാതെ, മുസ്ലിമിന്റെ പേരെന്നല്ലാതെ എന്ത് ബന്ധമാണ് നിന്റെ സഹാബാക്കളുമായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്? ഒരുപാട് കളിച്ചു നടന്നു എന്നല്ലാതെ, വെറുതെ ഡ്രസ് ചെയ്തു, വെറുതെ സമയം കളിഞ്ഞു, ദീനിന് വേണ്ടി സമയം ചെലവഴിക്കാതെ ദുനിയാവിന്റെ പിന്നാലെ ഓടി എന്നല്ലാതെ നമ്മൾക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളുമായി എന്ത് ബന്ധമാണ് പറയാനുള്ളത്? ആലോചിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദഅ. എങ്ങനെയാണോ ഇസ്ലാം തുടങ്ങിയത് അതേപോലെ ഇസ്ലാം അസ്തമിക്കും. ഇസ്ലാം തുടങ്ങിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട മഹാനായ മഹദിയായ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹാ, യാസർ റളിയല്ലാഹു അൻഹു, നൂറുകണക്കിന് സ്വഹാബാക്കളെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ വളരെ ക്രൂരമായി നഗ്നരാക്കി മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി. മുസ്ലിമാണ് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ ഇങ്ങനെയാണ് ഇസ്ലാം തുടങ്ങിയത്. താടി വെച്ച് നടക്കുമ്പോ, ഹിജാബ് ധരിക്കുമ്പോ, ഇതുപോലെ ഒരു മുസ്ലിമായി ദീനി ചുട്ടയോടെ നടക്കുമ്പോ ഒരുപാട് പരിഹാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെയാണ് പരിശുദ്ധ ഇസ്ലാം അസ്തമിക്കാൻ പോകുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്, ഇത് ലോകത്തിന്റെ അവസാനത്തിന്റെ സൂചനയാണോ എന്ന്, ലോകം അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണോ എന്ന്. എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ ഇസ്ലാം അസ്തമിക്കുമെന്ന് പറയുമ്പോ താടി വെച്ച് നടക്കാൻ അനുവാദമില്ലാത്ത രാഷ്ട്രം, ഓരോ ആളുകളുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഇടപെടുന്ന കാലം, ഓരോ മനുഷ്യന്റെ കിച്ചണിലേക്ക് കടന്നു വന്ന് ഒരാൾ എന്ത് കഴിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് മുസ്ലിമീങ്ങൾക്ക് കൂച്ചു വിലങ്ങിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദയനീയമായ സാഹചര്യം ലോകത്തിന്റെ അവസാനമാണോ എന്ന് ആലോചിച്ചു പോവുകയാണ്. എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ പരിശുദ്ധ ഇസ്ലാം അസ്തമിക്കുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോ, ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്താക്കുന്നത്, ബീഫ് കഴിച്ചതിന്റെ പേരിൽ ഒരു പട്ടാളക്കാരനെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നത്, താടി വെച്ചതിന്റെ പേരിൽ ജോലി നൽകൂല എന്ന് പറഞ്ഞു റീസൈൻ ലെറ്റർ കൊടുത്ത് തിരിച്ചയക്കുന്നത്, ഇങ്ങനെ ഒരുപാട് നമ്മുടെ കൺമുന്നിലൂടെ കാണുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് നേരത്തെ പറഞ്ഞ ഹബീബിന്റെ ആ മനോഹരമായ ഹദീസാണ്. അവസാന കാലഘട്ടം വന്നാൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാനും നിങ്ങളെ ആക്രമിക്കുവാനും നിങ്ങളെ ഇകഴ്ത്തുവാനും ഇതായിരിക്കും ജനങ്ങളുടെ ലക്ഷ്യം. മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരാൾക്ക് പ്രശസ്തി ലഭിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരും. അതിന്റെ കാരണം നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ ചില പ്രവർത്തനങ്ങളാണ്. നമ്മൾക്ക് നാശമുണ്ടാകും. അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. പക്ഷെ അതിന് കാരണക്കാരാരാൻ നമ്മൾ തന്നെയാണ്. ഞാൻ ഓർത്തു പോവാണ്, സ്റ്റീഫൻ ഹോക്കിംഗ് എടുത്തു നടന്ന BBC-യുടെ വാർഷിക പ്രഭാഷണത്തിൽ ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ലോകം അവസാനിക്കുന്നത് 4 കാരണങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ്. അതിലൊന്ന് ന്യൂക്ലിയർ വാർ, അണുവായുധം. ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി അണുവായുധം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യയും, ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ, അമേരിക്കയെ തകർക്കാൻ നോർത്ത് കൊറിയയും, കൊറിയയെ തകർക്കാൻ അമേരിക്കയും. ഇങ്ങനെ എല്ലാ രാഷ്ട്രങ്ങളും മറ്റുള്ള രാഷ്ട്രങ്ങളെ തകർക്കാൻ വേണ്ടി ആണവായുധങ്ങൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ജപ്പാനിലെ
ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു കാലത്ത് അണുബോംബ് വർഷിച്ചതിന്റെ പ്രത്യാഘാതം ഇന്ന് വരെ തീർന്നിട്ടില്ല. വികലാംഗർ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാൻ ലോകം അവസാനിക്കും. ലോകം അവസാനിക്കുമോ ഇല്ലേ എന്നത് ചർച്ചയാണോ? ഇല്ല. ഒരു കാലഘട്ടത്ത് ലോകം അവസാനിക്കില്ല എന്ന ആളുകൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു വിഷയത്തിൽ ആർക്കും സംശയമില്ല. ലോകം അവസാനിക്കുമെന്നതിൽ എല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണ്. പക്ഷെ ഇന്നെന്താ ചർച്ച? എന്താ? എന്നാണ് ഇത് അവസാനിക്കുക? ഈ ലോകം, ഈ അന്ത്യദിനം, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്നതിലാണ് ശാസ്ത്രവും ദീനും ഇന്ന് ചർച്ച ചെയ്യുന്നത്. ലോകം അവസാനിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ശാസ്ത്രം പറയാൻ ലോകം അവസാനിക്കും. വീൽ ചെയറിലിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഭക്ഷണവും പഠനവും ജനങ്ങളോടുള്ള സംസാരവും സമ്പർക്കവും എല്ലാം ഒരു ട്യൂബിലൂടെ. സ്റ്റീഫൻ ഹോക്കിംഗ് പറയാൻ 4 കാര്യം കൊണ്ട് ലോകം അസ്തമിക്കാൻ പോവുകയാണ്. 1 ന്യൂക്ലിയർ വാർ, അണുവായുധം. 2 ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ്, ചൂട് വർദ്ധിക്കുക. ഇന്ന് ഡിസംബർ ആയിട്ടുള്ളൂ. ഒട്ടുമിക്ക കിണറുകളിലും വെള്ളം വറ്റിപ്പോയിരിക്കുകയാണ്, ഒടിച്ചു പോവാണ്. ഇങ്ങനെ ഈ വരുന്ന നമ്മുടെ ഏപ്രിലിനെയും മെയ് മാസത്തെയും നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് ഓർക്കുമ്പോൾ പേടി തോന്നുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോടൊക്കെ വീട്ടിലുള്ള കിണറുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഏകദേശം 2, 3, 4 വർഷങ്ങൾക്ക് മുമ്പ് വരെ മഴ വരുന്നത് വരെ വറ്റാത്ത കിണറുകൾ ഡിസംബർ മാസമാകുമ്പോഴേക്കും വറ്റിത്തുടങ്ങി. ഇനി 5 മാസമുണ്ട്, ജൂൺ വരെ മഴയ്ക്ക് സാധ്യത കുറവാണ്. എങ്ങനെ നമ്മൾ നമ്മുടെ വെള്ളം അതുവരെ എത്തിക്കും? ആലോചിച്ചിട്ടുണ്ടോ? ആഗോളതാപനം, അത് കാരണം ലോകം അതിന്റെ അന്ത്യത്തിലേക്ക്, അതിന്റെ എൻഡിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിർമ്മിക്കണം. എല്ലാറ്റിനും റോബോട്ട്. ഓഫീസിലിരിക്കാൻ റോബോട്ട്, യുദ്ധം ചെയ്യാൻ റോബോട്ട്, സെക്സിന് വരെ റോബോട്ട് ഉപയോഗിക്കുന്ന കാലം. ചൈനയിലൊക്കെ എടുത്ത് ഞാൻ വായിച്ചുപോയ വാർത്ത ഞാൻ ഓർത്തുപോവാൻ. ഭാര്യമാരോട് താല്പര്യം കുറഞ്ഞു വരുമ്പോ സെക്സ് ടോയ്കൾ ഉണ്ടാക്കുക, സെക്സ് റോബോട്ടുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അവിഹിത ബന്ധത്തിന് പകരം ഈ സെക്സ് ടോയ്കൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ചൈനയിലൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ആവശ്യത്തിനും റോബോട്ടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഈ റോബോട്ടുകൾ മനുഷ്യന്റെ നാശത്തിന് കാരണമാകുമെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്. ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ജനങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ കാരണമാണ് ഭൂമിയിലും കരയിലും അപകടങ്ങൾ ഉണ്ടാവുന്നത്, ഭൂമിയിലും സമുദ്രങ്ങളിലും അപകടങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഭൂമിയിൽ അപകടങ്ങൾ ഉണ്ടാവുന്നത്, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ്. അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നാലോ, നമ്മൾ മാറിയാൽ ഖിയാമത്ത് നാളിന്റെ ഡേറ്റിങ്ങിന് അകന്നുകൊണ്ടിരിക്കും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരു പക്ഷേ ഹലാലായ കാര്യങ്ങൾ ഉണ്ടാകും. പള്ളി മനോഹരമാക്കുക, പള്ളി അലങ്കരിക്കപ്പെടുക, അത് തെറ്റാണോ? അല്ല. പക്ഷെ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. പള്ളി എത്ര വേണമെങ്കിലും നമ്മൾ അലങ്കരിക്കാം, കാരണം ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. അതിലേക്ക് ചെലവഴിക്കുന്നതൊക്കെ നാളെ ഖബറിലേക്ക് വരുന്ന ഡെപ്പോസിറ്റ്. പക്ഷേ അന്ത്യനാളിലെ ഇതങ്ങനെ സംഭവിക്കുള്ളൂ. പള്ളി ആഡംബരവൽക്കരിക്കപ്പെടുക എന്ന് വെച്ചത് ഹറാമാണെന്ന് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളാണ് ലോകത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മുസ്ലിമിനെ അപകടത്തിലേക്ക് കൊണ്ടുപോയത് മുസ്ലിമീങ്ങൾ ചെയ്ത തെറ്റുകളാണ്. അതിൽ പറഞ്ഞു ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം. ജീവിച്ചാലും കൊതി തീരാതെ ഇനിയും ജീവിക്കണം. പക്ഷേ ആഖിറത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ചിന്തയില്ലാതിരിക്കുക. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വരും. ആളുകൾ മരണത്തെ വെറുത്തു പോകും. ദുനിയാവിനോട് താല്പര്യമുണ്ടാവുക, മരണത്തെ വെറുത്തു പോവുക. ഈ 2 കാരണമാണ് ലോകത്തിന്റെ മുഖ്യമൂലകളിൽ നിന്ന് എല്ലാ ആളുകളും
മുസ്ലിമീങ്ങളെ ഫോക്കസ് ചെയ്യാൻ കാരണം ഇത് രണ്ടാണ് എന്ന് പറയുമ്പോ ഈ ബദിയടുക്ക എന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോട്, എന്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട് ദുനിയാവിനോടുള്ള താല്പര്യം വെടിഞ്ഞ് മരണത്തെ ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞുവല്ലോ, അതങ്ങനെ നടക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോവല്ല. ഇത് വരാതിരിക്കാൻ എന്ത് നമ്മൾ ചെയ്യണം? മുസ്ലിമീങ്ങൾ ആളുകൾ ഫോക്കസ് ചെയ്യാതിരിക്കാൻ, നമ്മൾ ടാർഗറ്റ് ചെയ്യാതിരിക്കാൻ, നമ്മൾ ആക്രമിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നബി തങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു. ദുനിയാവിനോടുള്ള താല്പര്യമാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള കാരണം. മരിക്കാനുള്ള പേടിയാണ്, മരണത്തെ എല്ലാവർക്കും വെറുപ്പാണ്, എന്തേ നന്മ ചെയ്തിട്ടില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നൊരു മാറ്റമുണ്ടായാൽ ദുനിയാവിനോടുള്ള താല്പര്യം നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് നമ്മൾ ഒരുങ്ങി. എല്ലാ മുസ്ലിമീങ്ങളും അങ്ങനെയായാൽ നമ്മൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് കുറവ് വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. ചെറുപ്പക്കാരാ, നമ്മൾക്ക് ആരോഗ്യമുണ്ട്. ക്ലബിന്റെ പേരിൽ കൊലപാതകം നടക്കുമ്പോ, മയക്കുമരുന്നിന്റെ പേരിലും കഞ്ചാവിന്റെ പേരിലും കൊലപാതകങ്ങൾ നടക്കുമ്പോ, സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാർ പരിശുദ്ധമായ റമളാനിൽ മംഗലാപുരത്ത് വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുമ്പോ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്ന്? ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ. നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമാനാണ്. ഇത് അൺകൺട്രോൾ ആയാൽ, ഔട്ട് ഓഫ് കൺട്രോൾ ആയാൽ നമ്മുടെ കാര്യം പോക്കാണ്. നമ്മൾ ശരീരം പറയാൻ വഴിയിൽ പോകുന്ന പെണ്ണിന്റെ പിന്നാലെ പോയി അവൾക്കൊരു നമ്പർ കൈമാറണമെന്ന് നിന്റെ ശരീരം അത് പറയുമ്പോ അത് പാടില്ല, അത് ഹറാമാണ് എന്നാ നീ ബുദ്ധിമാനാണ്. അല്ല, പിന്നാലെ നീ ബൈക്കുമെടുത്ത് ബുള്ളറ്റുമായി നീ പോവാൻ, നമ്പറുകൾ കൈമാറാൻ. നിന്റെ പുഞ്ചിരിയും നിന്റെ സ്നേഹത്തോടെയുള്ള ടെക്സ്റ്റുകളും നീ കൈമാറിയാൽ നീ നിന്നെ കുറിച്ച് വിലയിരുത്തേണ്ടത് നീ വിഡ്ഢികളുടെ കൂട്ടത്തിലാണ്, വിഡ്ഢികളുടെ ലോകത്തിലാണ്. ഇത് പഠിപ്പിച്ചു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിഡ്ഢികളുടെ സ്വപ്ന ലോകത്ത് നിന്ന് ബുദ്ധിമാന്മാരുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് മാറണം. അതിനുള്ള വഴി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നു. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ചിട്ട് ആരാണോ മരണശേഷമുള്ള ഖബറിലേക്കും മഹ്ശറയിലേക്കും ഒരുങ്ങുന്നതാരാ? രാത്രിയുടെ യാമങ്ങളിൽ ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും എന്റെ ഖബറിടത്തിലേക്കുള്ള നഷ്ടത്തിന്റെ കച്ചവടമാണ്. ആ സമയത്ത് ദിക്ർ ചൊല്ലി വുളൂ ചെയ്തോ ദിക്ർ ചൊല്ലി കിടന്നുറങ്ങിയാൽ എന്റെ ഖബറിലേക്കുള്ള നേട്ടമാണ്. അതുകൊണ്ട് എന്റെ ഖബറിടത്തിലേക്കാണ് ഞാൻ തയ്യാറാവേണ്ടത് എന്ന ചിന്തയോടെ ഹറാമായ ചാറ്റിങ്ങുകളോ ഹറാമായ ചീറ്റിങ്ങുകളോ സംസാരങ്ങളോ ഇല്ലാതെ അല്ലാഹുവിനെ പേടിച്ചാൽ അവനാണ് ബുദ്ധിമാൻ. അല്ലാഹു നമ്മളെയൊക്കെ അവരിൽ പെടുത്തട്ടെ. ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. യുവത്വം, മസിൽസ് ഉണ്ടാകും, പിക്കപ്സ് ഉണ്ടാകും, സിക്സ് പാക്ക് ഉണ്ടാകും. അതൊക്കെ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ അതൊക്കെ നഷ്ടപ്പെടും. പിന്നെ അതിന് പ്രാധാന്യം ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ വയസ്സുകളും ദിനങ്ങളും ഖബറിലേക്ക് എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളിൽ നിന്ന് വിട പറയുമ്പോ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി നന്നാവുന്നത്? ജനങ്ങൾ നോക്കുന്ന സ്ഥലം നീ എന്തിനാണ് അലങ്കരിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കുന്ന, ഞാൻ വീക്ഷിക്കുന്ന ആ ഹൃദയം മനോഹരമാക്കാൻ നീ സമയം കണ്ടെത്തുന്നുണ്ടോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ഹൃദയം നമ്മൾ ശുദ്ധീകരിക്കാറുണ്ട്, മുഖമൊക്കെ നമ്മൾ മിനിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു തവണ ബാർബർ ഷോപ്പിൽ പോകും. കഴിവിന്റെ പരമാവധി ബാർബറോട് പറയും, എത്ര മോഡലാക്കാൻ പറ്റും അത്ര അങ്ങോട്ട് മോഡലാക്കി അല്ലേ. ബ്ലീച്ചിങ് വേണമെന്ന് കേൾക്കും ബാർബർ ഷോപ്പ്. അത് ഉസ്താദിനോടും കേൾക്കും, നിങ്ങളോടും കേൾക്കും. അങ്ങനല്ലേ, അവർക്ക് പൈസ വേണ്ടത്. അത് ഏത് ബാർബർ ഷോപ്പിൽ പോയാലും വെട്ടിയും താഴെ എടുത്തവൻ അടുത്ത ചോദ്യം, ഫേഷ്യൽ വേണോ, ബ്ലീച്ചിങ് വേണോ? എന്നാ പിന്നെ ആയിക്കോട്ടെ. വേറൊരു സ്ഥലമുണ്ട് ബ്ലീച്ചിങ്ങും ഫേഷ്യലും ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് നമ്മുടെ ഹൃദയം. ഇതും കൂടി ചെയ്താൽ മാഷാ അല്ലാഹ്
നിങ്ങൾ ഗ്ലാമർ ആയിക്കോളെ, ഒന്നും നമ്മൾ എതിർപ്പില്ല, നിങ്ങൾ മാക്സിമം ഗ്ലാമറായിട്ട് തന്നെ നടന്നോളി. പക്ഷേ ആ ഒരു ഗ്ലാമറാകുന്നതോടുകൂടെ നമ്മുടെ ഹൃദയത്തെയും നിങ്ങളൊന്ന് ഗ്ലാമറാക്കണം, ഇത് മനോഹരമാക്കണം. രണ്ടും മനോഹരമായിക്കോട്ടെ. ഇത് കറുത്തിട്ട് ഇത് മനോഹരം, അത് വേണ്ട, അത് നഷ്ടമാണ്, അത് നഷ്ടത്തിന്റെ കച്ചവടമാണ്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ തിന്മയിലേക്ക് പോവാതെ തിന്മ ചെയ്യുമ്പോൾ നാളെ അല്ലാഹുവിന്റെ ഖബറിടത്തെയും മഹ്ശറയെയും നരകത്തെയും ഓർത്തുകൊണ്ട് ഖബറിലേക്ക് വേണ്ടി മരണശേഷമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ അടികൊണ്ട് നാട്ടുകാരൊക്കെ അടിച്ചിട്ട് കൈകാലുകൾ ബന്ദിയാക്കി ഉമർ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ്. സദാചാര ഗുണ്ടകൾ എല്ലാ നാട്ടിലുണ്ടാവും അല്ലേ? അല്പം ചില സദാചാര ഗുണ്ടകളെല്ലാം ഒരുമിച്ചുകൂടി ഒരു ചെറുപ്പക്കാരനെ തുരുതുര അടിച്ചു മർദ്ദിച്ച് ശരീരമാസകലം ബന്ദിയാക്കി അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോ ഉമർ തങ്ങൾ വിചാരിച്ചു, എന്താണ് പ്രശ്നം? സദാചാര ഗുണ്ടകളോട് ചോദിച്ചു, എന്താണ് ഇവിടെ കുഴപ്പം? അവർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ ഒരു വീടിന്റെ മതിൽ ചാടി ഒരു പെണ്ണിനെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഒച്ചവെച്ച പെണ്ണ് ഞങ്ങൾ ഓടി വന്നു, ഈ ചെറുപ്പക്കാരനെ പിടിച്ചു ബന്ദിയാക്കി കൊണ്ടുവന്നതാണ്. മൃതങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുഖ്ലിഫ് ലന്നീ, അല്ലാഹുവേ എന്റെ ചിന്തയെ നീ തെറ്റിപ്പിക്കല്ലേ അല്ലാഹ്, എന്റെ ആലോചനയിൽ നീ പിഴവ് വരുത്തല്ലേ റബ്ബേ. ഈ ചെറുപ്പക്കാരനെ കുറിച്ച് എനിക്ക് നല്ല ചിന്തയായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു, നല്ല ദീനീബോധമുള്ള ചെറുപ്പക്കാരൻ എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് എന്റെ ചിന്തയെ തെറ്റിപ്പിക്കല്ലേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ചെറുപ്പക്കാരനോട് ചോദിച്ചു, അല്ല എന്താണ് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമ്പോ ഒരു വൃദ്ധയായ തള്ള, ഒരു വൃദ്ധയായ ഉമ്മ എന്റെ സമീപത്തേക്ക് കടന്നു വന്നു. എന്നോട് പറഞ്ഞു, എന്റെ വീട്ടിലൊരാടുണ്ട്, ആ ആടിന്റെ കറന്ന് പാലെടുക്കാൻ എന്നെ സഹായിക്കുമോ? എന്നോട് ചോദിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ വൃദ്ധയായ ഒരു ഉമ്മ, ആ ഉമ്മാക്ക് ശാരീരികമായിട്ട് കഴിവില്ല, വിധവയായ ഉമ്മയാണല്ലോ, കണ്ടാൽ വികാരം തോന്നാത്ത പെണ്ണ്. അതുകൊണ്ട് ആ ഉമ്മയുടെ കൂടെ ചെന്നിട്ട് ആ ഉമ്മയ്ക്ക് പാല് കറന്നെടുക്കാൻ സഹായിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ ആ സഹോദരിയുടെ പിന്നാലെ നടന്നുപോയി. ഞാൻ പെട്ടെന്നാണ് ഒരു വീടിന്റെ സമീപത്തേക്ക് എത്തുന്നത്. എന്നോട് പറഞ്ഞു, ഇവിടെ കയറിയിരിക്കാൻ. ഞാൻ ചോദിച്ചു, എവിടെ നിങ്ങളുടെ ആട്? ഇപ്പൊ കൊണ്ടുവരാം. എന്നിട്ട് പെണ്ണ് പോയി. ഞാൻ ായ ഉമ്മ ആടുമായി കടന്നു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മറുഭാഗത്തുള്ള വാതിലിലൂടെ സുന്ദരിയായ ഒരു പെണ്ണ് കടന്നു വരുന്നത്. എന്നിട്ട് എന്റെ ശരീരം കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോ അമീറുൽ മുഅ്മിനീൻ, ഞാൻ കുതറി മാറി, ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ മാറി നിന്നു. വീണ്ടും എന്നെ വ്യഭിചാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ആരും കാണൂല, ആരും അറിയൂല. ഒരു മുറിക്കകത്ത് രാത്രിയുടെ യാമങ്ങളിൽ ഇശയുടെ നിശബ്ദതയിൽ ഞാനും നീയുമല്ലാതെ വേറെ ഒരാൾ അറിയാത്ത ഈ സാഹചര്യത്തിൽ വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കത് പറ്റൂല. ഞാൻ ഇവിടെ വ്യഭിചാരം ചെയ്താൽ, ഇവിടെ ഒരു ഹറാമ് ചെയ്താൽ എന്റെ ഖബറിടം കഷ്ടമായിരിക്കും. ഇതാണ് ബുദ്ധിമാൻ, ഇവരാണ് ബുദ്ധിമാൻ. ഇവിടെയുള്ള താൽക്കാലിക സുഖങ്ങളെല്ലാവരും നോക്കുക, നാളെ മഹ്ശറയിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക എന്ന്. ഞാൻ കുതറി മാറി. ഈ പെണ്ണിനെ എന്നെ സമീപിക്കാനോ എന്നെ ശാരീരികമായി പ്രാപിക്കാനോ കഴിയില്ല എന്ന് തോന്നിയപ്പോ ഉടനെ പുതിയൊരു അടവിലേക്ക് സഹോദരി നീങ്ങുകയാണ്. ഒന്നിനെ പോലെ മാറാൻ പറ്റുന്നു ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ അത് പെണ്ണുങ്ങൾ മാത്രമാണെന്ന് നമ്മൾക്കറിയാലോ അല്ലെ? ഒന്നിനെ പോലെ മാറാൻ പറ്റുന്ന ആളുകൾ പെണ്ണുങ്ങളാണ്, എല്ലാ പെണ്ണുങ്ങളല്ല. ഞാൻ ഓർത്തു പോവാൻ, ഒരു യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. ഒരു പെണ്ണും ഒരാണും മറുഭാഗത്ത് നിന്നൊരാണ് കാർ ഡ്രൈവ് ചെയ്ത് വരാൻ, ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നൊരു പെണ്ണ് കാർ ഡ്രൈവ് ചെയ്ത് വരാൻ. വണ്ടി ഇടിച്ചു, വണ്ടി ഫുള്ള് പൊടിയായി. പക്ഷെ രണ്ടുപേർക്കും പരിക്ക് പറ്റിയില്ല. പൂർണ്ണമായിട്ടും തെറ്റ് പെണ്ണിന്റെ ഭാഗത്താണ്.
അപ്പൊ ഏതായാലും പോലീസ് വന്ന പെണ്ണ് ഒന്നുകിൽ ക്യാഷ് കൊടുക്കേണ്ടി വരും, പിഴവ് മുഴുവനും പെണ്ണിന്റെ ഭാഗത്തായതുകൊണ്ട് പെണ്ണ് പുതിയൊരു അടവെടുത്തു, ഈ ഡ്രൈവറുമായിട്ട് പരിചയപ്പെട്ടു, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. നിമിഷ നേരം കൊണ്ട് നമ്മുടെ ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് തന്നെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാൻ ഒരു കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനയാണ് തേങ്ങാണെന്നൊക്കെ പറഞ്ഞ് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഒരുപാട് സമയം സംസാരിച്ചിരുന്നിട്ട് പെണ്ണിന്റെ വണ്ടിയിലുണ്ടായിരുന്ന ഒരു കള്ളിന്റെ കുപ്പിയെടുത്തിട്ട് സുഹൃത്തിനെ കൈമാറി. അവൻ കുടിച്ച ശേഷം പെണ്ണ് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു, കള്ളും കുടിച്ച് വണ്ടി ഓടിച്ച് എന്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. മനസ്സിലായി? കള്ളും കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു വന്നിട്ട് എന്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഇതാണ് പെണ്ണുങ്ങള്. എല്ലാങ്ങളല്ല, ചില പെണ്ണുങ്ങൾ എങ്ങനെയാണ്. ഏതായാലും പുതിയൊരടവിലേക്ക് നീങ്ങി. ഉടനെ ഒച്ചപ്പാടായി ഒച്ച വെച്ചു. എന്നെ പീഡിപ്പിക്കാൻ ഒരാൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് അട്ടഹസിച്ചപ്പോ ചുറ്റുഭാഗങ്ങളിലുള്ള ചെറുപ്പക്കാരെല്ലാം ഓടിക്കൂടി വീടിലേക്ക് കയറി വന്നിട്ട് ആ ചെറുപ്പക്കാരനെ തുരുതുരാടിക്കുകയാണ്. കാള പെറ്റു എന്ന് കേൾക്കുമ്പോ കയറെടുത്തോടുകയാണ് നമ്മുടെ ചില ചെറുപ്പക്കാർ. കാള പെറ്റു ആണോ, എന്നാ പിന്നെ കയറെടുത്തോടെ. കാള പ്രസവിക്കൂലെന്ന് പോലും ചിന്തിക്കൂല. കാള പ്രസവിക്കൂലല്ലോ. എരുമയും പോത്തും പശുവൊക്കെ അല്ലേ പോത്ത് പ്രസവിക്കൂലേ? എരുമയും പശുവൊക്കെ പ്രസവിക്കുക. എന്നാൽ കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്ത് പോവാ. ഇത് ആലോചിക്കൂല നമ്മള്. എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോ പിന്നെ ഓടിപ്പോവാ, പ്രശ്നം ഉണ്ടാക്കുക, അടിക്കുക. അതല്ല പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. മലപ്പുറം ജില്ലയിൽ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇരുട്ടിന്റെ മറവിൽ അതിദാരുണമായി കൊല ചെയ്ത് കഷ്ണമായി കുടൽമാല പുറത്തു വന്നപ്പോ മലപ്പുറം ജില്ലക്കാർ ന്യൂനപക്ഷം തിങ്ങിപ്പാർക്കുന്ന ഒരു മിനി പാകിസ്ഥാൻ എന്ന് മറ്റുള്ള ആളുകൾ വിശേഷിപ്പിക്കുന്ന സ്ഥലം, അവിടെ അക്രമങ്ങൾ ഉണ്ടാവാം, വേണമെങ്കിൽ അവിടെയുള്ള ബോർഡുകൾ കുത്തിത്തകർന്ന് തരിപ്പണമാക്കാം. പക്ഷേ പാണക്കാട്ട് പൂമുത്ത് മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം നമ്മൾ കാതോർത്തു. നിങ്ങൾ കാരണം ഒരു ഹൈന്ദവന് പോർലേൽക്കാൻ പാടില്ല. ഹൈന്ദവർക്ക് സംരക്ഷണം നൽകേണ്ടത് നിങ്ങളാണ്. ഈ കൊടുങ്ങിയിലുള്ള ഏതെങ്കിലും ഒരു ഹൈന്ദവന് പോർലേറ്റാൽ അത് ഇസ്ലാമിന്റെ ഭാഗത്തല്ല എന്ന് മഹാനായ ഹൈദർ അലി തങ്ങൾ പ്രഖ്യാപിച്ചപ്പോ എന്തുണ്ടായി? അവിടെ സമാധാനത്തിന്റെ അന്തരീക്ഷം അവിടെ കളിയാടി. അതിബന്ധം സംഭവിച്ചു. RSSകാർ കൊന്നതെന്തിനാ? ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കാരണം. എന്തുണ്ടായി? അയാള് സ്വർഗത്തിലെത്തി. ഇനിയിപ്പോ ആ ഫൈസൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് രണ്ടാമതൊരു ഹയാത്ത് ലഭിച്ചാൽ, രണ്ടാമതൊരു ജീവൻ ലഭിച്ചാല് ആരൊക്കെയാണോ കൊന്നവർക്കൊക്കെ ക്യാഷ് അവാർഡ് കൊടുക്കും, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. എന്തേ? ഇവർ കൊന്നതുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് പറക്കാൻ പറ്റി. ഇവർ കൊന്നതുകൊണ്ട് സ്വർഗത്തിലേക്ക് പറക്കാൻ പറ്റി. ഉറപ്പാണ് രണ്ടാമതൊരു ജന്മം ഈ ഫൈസലിന് കിട്ടിയാൽ ആദ്യം പോവുക ഈ RSSകാരുടെ സമീപത്തേക്കാണ്. നിങ്ങൾക്ക് ഇത്ര ക്യാഷ് അവാർഡ് 10,000 രൂപ. എന്തേ? എന്നെ കൊന്നതിന്. എന്തേ? എനിക്ക് സ്വർഗം ലഭിച്ചു കൊന്നത് കാരണം. അങ്ങനെയാണ്. ആർക്കാണ് ഇഷ്ടം? ആർക്കവിടെ ഇഷ്ടമുണ്ടായത്? ഫൈസലിന്റെ ഉമ്മ ഇസ്ലാം സ്വീകരിച്ചു. ഫൈസലിന്റെ മാതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വഴി. പ്രശ്നം ഉണ്ടാക്കലല്ല, സമാധാന അന്തരീക്ഷമാണ്. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ മാറണം. നമ്മളെ ആക്രമിക്കുവാനും പ്രകോപിക്കുവാനും ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ നാടിന്റെ മുക്കുമൂലകളിൽ നിന്ന് ചില സമയങ്ങളിൽ കേൾക്കാറുണ്ട്. പല സമയങ്ങളിലും നമ്മെ പ്രകോപിക്കാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തനങ്ങൾ ഈ ടൗണിൽ വെച്ച് തന്നെ ചില ആളുകൾ നടത്താറുണ്ട്. നമ്മൾ ക്ഷമിക്കുകയും നമ്മൾ വിചാരഭരിതരായി തിങ്ക് ട്വൈസ് ബിഫോർ ലീപ്പ് എന്ന് പറയുന്നത് പോലെ എടുത്തു ചാടി കടന്നു പോവില്ല. ക്ഷമിക്കുക, അവിടെയാണ് വിജയമുള്ളത്. അപ്പോഴാണ് നമ്മൾക്ക് വിജയം ഉണ്ടാവുക. ചെറുപ്പക്കാരന്റെ മുഖമുദ്രയായിരിക്കണം ക്ഷമ എന്നുള്ളത്. ക്ഷമയില്ലാത്തവന്റെ ജീവിതം പരാജയമായിരിക്കും എന്നുള്ള ചർച്ച ആ പെൺകുട്ടി ഇങ്ങനെ അട്ടഹസിച്ചപ്പോ ആളുകളൊക്കെ കൂട്ടമായി കടന്നു വന്ന് അടിച്ചു, ബന്ദിയാക്കി അമീറുൽ മുഅ്മിനീൻ സമീപത്തേക്ക് കൊണ്ടുപോയി. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന എല്ലാ വൃദ്ധമാരായ ഉമ്മമാരോടും വരാൻ പറഞ്ഞു. അല്ലാഹു മഹാനായ അമീറുൽ മുഅ്മിനീന്റെ ആ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തേക്ക് എല്ലാവരും കടന്നു വന്നു. എല്ലാ ഉമ്മമാരും കടന്നു വന്നു. ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇതാണോ ആ പെണ്ണ്? അല്ല. ഇതാണോ? അല്ല. ഒരുപാട് വൃദ്ധമാരായ ഉമ്മമാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോ അവസാനം ഒരു ഉമ്മ ഇങ്ങനെ കടന്നു
കടന്നു വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ആ പെണ്ണുങ്ങളാണ് ഇന്നലെ എന്നെ വഴിക്കേടിലേക്ക് കൊണ്ടുപോയത്, ഇന്നലെ എന്നെ പറ്റിച്ചത്. പെണ്ണിനോട് കാര്യം ചോദിച്ചു. അപ്പോഴാണ് വൃദ്ധയായ ഉമ്മ പറഞ്ഞത്, ഈ റൂമിലേക്ക് കയറി വന്ന പെണ്ണിന് നാലിന്ന് ചെറുപ്പക്കാരനോട് സ്നേഹം തോന്നി, എങ്ങനെയെങ്കിലും പ്രാപിക്കണമെന്ന താല്പര്യത്തോടെ എന്താണ് ഇതിനുള്ള വഴിയെന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചു. അവസാനം ഒരു പ്രീ പ്ലാനോടുകൂടി, ഒരു പദ്ധതിയോടുകൂടി, വളരെ അടവോടുകൂടി ഇയാളെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് എത്തിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുമ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ലം തുമിത്നി. അല്ലാഹുവേ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരാൾ ഞങ്ങളുടെ സമൂഹത്തിൽ കാണിച്ചു തന്നുകൊണ്ട് കാണിച്ചു തരാതെ മരിപ്പിക്കല്ലേ എന്ന് മുമ്പ് ദുആ ചെയ്തിരുന്നു. അല്ലാഹുവേ, എന്റെ മരണത്തിന് മുമ്പ് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ചെറുപ്പക്കാരെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. അങ്ങനെ എത്ര യൂസുഫ് നബിമാർ ഇന്നുണ്ടാവും, എത്ര സാഹചര്യങ്ങൾ അല്ലേ? എന്തും തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലാണ്. ഫിതൻ നമ്മളിലേക്ക് കടന്നു വരും, പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് കടന്നു വരും, വിചാരങ്ങൾ നമ്മളെ തേടി വരും, അങ്ങോട്ട് തേടിപ്പോകണ്ട. ഹറാമുകൾ നമ്മെ തേടി വരും, അങ്ങോട്ട് തേടിപ്പോകണ്ട. ഹറാമുകൾ ചെയ്യാൻ നമ്മൾക്ക് അവസരങ്ങൾ ഓരോന്നായി ലഭിക്കുമ്പോ എനിക്കിത് ചെയ്യാൻ പറ്റൂല, ഞാനൊരു മുസ്ലിമാണ്, എനിക്കിത് പാടില്ല എന്ന് പറഞ്ഞ് ആരാണ് മറി നിൽക്കുന്നത്? അവനാണ് ബുദ്ധിമാൻ. അല്ലാത്തവർ ബുദ്ധി എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം പറയാണ്, ഒരു തെറ്റ് ചെയ്യാൻ പറയുമ്പോൾ അതുപോലെ ചെയ്യുന്നവൻ ബുദ്ധിയാണ്. ശരീരം പറയാൻ സിനിമക്ക് പോവല്ലേ, സിനിമക്ക് പോവാ. ചെറുപ്പക്കാര് 4-5 ആളുകൾ കൂടി ബൈക്ക് കൊടുത്ത് കാസർഗോഡ് പോയി, ഇന്ന് സിനിമ കണ്ടു. വിഡ്ഢിയാണവൻ. അവന്റെ ശരീരം സിനിമ കാണാൻ പറഞ്ഞപ്പോ അവൻ സിനിമ കണ്ടു. അവന്റെ ശരീരം പറയുകയാണ്, ISL നടന്നുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ ചെന്ന് മനോഹരമായി 2 മണിക്കൂർ കളി കാണാമല്ലോ, എന്തിനാണ് ഈ ഒരു വാല് ഞാൻ കേൾക്കുന്നത്? വാലിപ്പോ എത്ര ഉസ്താദുമാർ പറയുന്നുണ്ട്, എവിടെ നോക്കിയാലും വാലാണ്. ഉസ്താദുമാർ 2018, 2020 വരെ ചില ആളുകൾ ബുക്കിങ്ങിലാണ്. വാലിപ്പോഴും കേൾക്കല്ലേ, നമുക്ക് കളി കാണാം. അങ്ങനെയാണ് ഒരാൾ ആലോചിച്ചത്. കുഴപ്പമില്ല, അവൻ വിഡ്ഢിയാണ്. എന്റെ അവന്റെ ശരീരം അവനെ തിന്മയിലേക്ക് നയിച്ചപ്പോ അത് അതേപോലെ അംഗീകരിച്ചു. എന്നാ മറ്റു ചിലരോ, അതല്ല എനിക്ക് നേട്ടം, ഇവിടെയാണ് സ്വർഗം. 2 സ്വർഗമാണ് ലോകത്തുള്ളത് അല്ലേ? ഒന്ന് നമ്മുടെ പരലത്ത്, 2 സ്വർഗല്ലേ ലോകത്തുള്ളത്. ഇവിടെയൊക്കെ സ്വർഗമുള്ളത് ഒന്ന് പരലം, ഒന്ന് ഇൽമിന്റെ സദസ്സാണ് അല്ലെ. 2 സ്വർഗമാണ്. ഒന്ന് നമ്മുടെ ഇൽമിന്റെ മജ്ലിസാണ്, 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണ്. ഇനി ഈ 2 സ്വർഗം, ഈ സ്വർഗം ലഭിക്കാത്ത ആളുകൾക്ക് എവിടെയും സ്വർഗം ലഭിക്കൂല. അതെങ്ങനെയാണ്? ഇഷ്ടംപോലെ അവസരങ്ങളും ചാൻസുകളും ഉണ്ടായി. പിന്നെ വാലിന്റെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സ്ഥലമില്ലെങ്കിലും ഉണ്ടെങ്കിലും സദസ്സിൽ വന്നിരിക്കുമ്പോഴാണ് അതിന്റെ ശ്രേഷ്ഠത ലഭിക്കുക. അതെങ്ങനെയാ? നമ്മൾക്ക് വേണമെങ്കിൽ പുറത്ത് വണ്ടി വെച്ച് അവിടെ കേൾക്കാം, പുറത്ത് നിന്നിട്ട് കേൾക്കാം. അതൊക്കെ ഒരു പക്ഷേ പെട്ടെന്ന് എണീറ്റ് പോകണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. പക്ഷെ ആരോടെങ്കിലും പറഞ്ഞോ, നിങ്ങൾ ഇവിടുന്ന് പകരം എണീറ്റ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ ഇവിടെ സൗകര്യം കുറവാണ്. എവിടെ വാലിന് പോയാലും നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് സമയം സദസ്സിൽ ഇരിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്താം. ഇവിടെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ശ്രേഷ്ഠത അത് നമ്മൾക്ക് എണ്ണിയാൽ തീരാത്ത ശ്രേഷ്ഠതയാണ്. പാപങ്ങൾ ഒരു ദുആഇന്റെ ആവശ്യം പോലുമില്ലാതെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. ദുആ ചെയ്യണ്ട, ഇവിടെ ഇരുന്നാ മതി. വളരെ സ്വഹീഹായ ഹദീസാണ്. ഇൽമിന്റെ സദസ്സിൽ, ദിക്റിന്റെ സദസ്സിൽ, സ്വലാത്തിന്റെ മജ്ലിസിൽ നമ്മൾ വന്നിട്ട് ഇരുന്നാ മതി. ഇരുന്നിട്ട് നമ്മൾ എണീറ്റ് പോയി കുഴപ്പമില്ല. ഹുമുൽ ഖൗമു ലാ യസ്ഖാ ജലീസുഹും, ഇവിടെ ഇരുന്ന ഒരാളും പരാജയപ്പെടൂല എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. സ്വഹീഹ് മുസ്ലിം, ബുഖാരിയിൽ കാണാം, നിങ്ങൾ എണീറ്റ് പോകുമ്പോൾ നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന്. ഇൽമിന്റെ സദസ്സിലേക്ക് വന്നവർ, ദിക്റിന്റെയും സ്വലാത്തിന്റെയും മജ്ലിസിലേക്ക് കടന്നു വന്നവർ ഇവിടെ നിന്ന് എണീറ്റ് പോകുമ്പോ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തന്നു, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയുന്നത് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തു നിൽക്കുന്നതിൽ അർത്ഥമുണ്ടോ? വണ്ടിയിലിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? എന്നാ പിന്നെ വീട്ടിൽ നിന്നിട്ട് യൂട്യൂബിൽ പോയാൽ പോലെ ഏത് പ്രഭാഷകൻ നിങ്ങൾക്ക് വേണ്ടത് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി. ഏത് വിഷയം വേണ്ടത്? ഇന്നാലിന്ന പ്രഭാഷകന്റെ ഇന്നാലിന്ന വിഷയം വേണം, എന്നാ പിന്നെ അതുപോലെ അടിച്ചു കൊടുക്കാം. വേദ വരും, ഇഷ്ടം പോലെ വേദകൾ. ഇവിടെ വരണോ? ഇവിടെ വന്നാലുള്ള നേട്ടം എന്താ? ഈ ഒരു ഓഫർ അല്ലാഹു സ്വീകരിക്കട്ടെ.
അല്ലാഹു സ്വീകരിക്കുന്ന സദസ്സാക്കി നമ്മുടെ സദസ്സ് അല്ലാഹു മാറ്റട്ടെ. നമ്മൾ പറഞ്ഞു വരുന്നത് രണ്ട് കാര്യം നമ്മൾ ഒഴിവാക്കിയാൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ നമ്മൾക്ക് മറികടക്കാൻ പറ്റും. ഏതൊക്കെ? ഒന്ന്, ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം ഒഴിവാക്കണം. ദുനിയാവിന് വേണ്ടി മരിക്കുന്നത് ഒഴിവാക്കണം. ദുനിയാവ് ഒരുമിച്ച് കൂടാൻ വേണ്ടി ദുനിയാവിനെ കുറിച്ച് മാത്രമാണ് ചിന്ത. ആഖിറത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ, ദീനിയായ ബോധമില്ലാതെ ജീവിക്കുന്ന ദയനീയമായ അവസ്ഥ അത് മാറ്റിയേ പറ്റൂ ചെറുപ്പക്കാരാ. ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ചില സൂചനകൾ കേൾക്കുമ്പോ എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റൂല. നബി തങ്ങൾ പറഞ്ഞു, അന്നബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയകൂനു റിജാലും മിൻ ഉമ്മതി, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ചെറുപ്പക്കാർ, എന്റെ സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ യഅകുലൂന അൽവാന ത്വആം, അവരെ കഴിക്കുന്നത് വൈവിധ്യമായ ഭക്ഷണങ്ങൾ. അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് ഒരു ടേബിളിൽ തന്നെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയി നമ്മുടെ ഉക്കർച്ചയുടെ വീട്ടില് എന്തൊക്കെയാണ്? ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, മട്ടൻ ഉണ്ട്, മീനുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, മീൻ കറിയുണ്ട്, പച്ചക്കറിയുണ്ട്, വൈവിധ്യമാർന്ന ഭക്ഷണം. ചപ്പാത്തി ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ നമ്മുടെ കൽത്തപ്പുണ്ട്, ഒക്കെ ഉണ്ട്. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന് വെച്ചാൽ തെറ്റാണോ? അല്ല, അത് തെറ്റല്ല, പ്രതിഫലമുള്ള കാര്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്. ഖിയാമത്ത് നാൾ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഒരിക്കലും ഹറാമോ തെറ്റോ കറാഹത്തോ അല്ല. ചിലത് ഹറാമായിരിക്കും, ചിലത് സുന്നത്തായിരിക്കും, ചിലത് വാജിബുമായിരിക്കും. അതിഥിയെ ബഹുമാനിക്കോളം വരുന്ന ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ടോ? ത്തിലേക്ക് വന്നാൽ മനോഹരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്, മനോഹരമായ ഭക്ഷണം ഒരുക്കുന്നത്, ഇടയ്ക്കിടെ ചങ്ങാതിമാരെ, നാട്ടുകാരെ, കുടുംബക്കാരെ, പള്ളിയിലുള്ള ഉസ്താദുമാരെ ഇടയ്ക്കിടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുക്കുന്നത്. നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പുഷ്പം പോലെ കടന്നു പോകാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭക്ഷണം ഒന്ന് തെറ്റാണോ? അല്ല, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. വൈവിധ്യമാർന്ന ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ, ഒരു ബ്രെഡ് കൊണ്ട് എത്ര ഭക്ഷണം ഉണ്ടാക്കും? ബ്രെഡ് ഒഴിവാക്കി ഒരു ചിക്കൻ കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കും? അത് പറയും. ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിൽ പോയാൽ എന്തൊക്കെ പേരാ ഒരു ചിക്കൻ്റെത്, നമുക്ക് പേര് വരെ അറിയൂല. അൽഫാമുണ്ട്, ഷവായ് ഉണ്ട്, ഗ്രിൽ ചിക്കൻ ഉണ്ട്, റോസ്റ്റ് ഉണ്ട്, പിന്നെ അതിന്റെ എന്താണ് 66ഓ അങ്ങനൊന്നുമില്ലേ, എന്തോ ഉണ്ട്, ചിക്കൻ 65ഓ 65 ഉണ്ട്. ഒരു ചിക്കൻ കൊണ്ട് തന്നെ 25ഓളം വിഭവങ്ങൾ എടുത്തിട്ട് ഖത്തറിൽ ടീ ടൈം എന്ന് നടന്ന ഒരു പിന്നെ ബേക്കറി നടത്തുന്ന ഒരു മുതലാളി, അതിന്റെ ഒരു ഓണറെ കോഴിക്കോട് വെച്ച് കാണാനിടയായി. വടകരക്കാരനാണ്, ബഷീർ എന്ന് പേരുള്ള ഒരു വടകരക്കാരൻ. ഖത്തർ പോയപ്പോ ചായ കുടിച്ചതും ജ്യൂസ് കഴിച്ചതും ഒക്കെ ഈ ടീ ടൈമിൽ നിന്നായിരുന്നു. അപ്പൊ അങ്ങനെ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾ 24 ഫ്ലേവറിൽ ചായ ഉണ്ടാക്കുന്നു, ഒരു ചായ 24 ടേസ്റ്റിൽ. ഇതാ നബി തങ്ങൾ പറഞ്ഞത്, വിവിധമാർന്ന ഭക്ഷണം കഴിക്കുന്ന കാലം. നമ്മളെ വീട്ടിൽ എങ്ങനെ ചായ ഉണ്ടാക്കിയാലും ഒരു ചായ ആവുള്ളൂ അല്ലെ? അത് ഏത് പൊടി, മൂന്നാറിന്ന് കൊണ്ടുവന്നാലും ഊട്ടിന്ന് കൊണ്ടുവന്നാലും ഇനി കാസർഗോഡ് പോയി കൊണ്ടുവന്നാലും നമ്മുടെ വീട്ടിൽ ചായ ഒന്നും തന്നെ ആയിരിക്കും. പക്ഷെ ഇവർ വ്യത്യസ്തമായ ഫ്ലേവറിൽ 24ഓളം ചായകൾ. ഫില്ലി ചായ ഉണ്ടല്ലോ ദുബായില് അല്ലെ? ചായകൾ അങ്ങനെ ഒരു ചായ തന്നെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്ന ഒരു കാലം നമ്മളിലേക്ക് കടന്നു വന്നാൽ, വൈവിധ്യമാർന്ന പാനീയങ്ങൾ കുടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, വന്ന ഉടനെ ഒരു ജ്യൂസ്, ഇളനീർ വെള്ളം, പിന്നെ പെപ്സി വേറെ, കൊക്കക്കോള വേറെ, മിരിണ്ട വേറെ, മൗണ്ടൻ ഡ്യൂ വേറെ അല്ലെ, എന്തൊക്കെയാണ്, പായസം വേറെ, ചായകൾ തന്നെ വ്യത്യസ്തം. ഇങ്ങനെ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന നിറപ്പകിട്ടാർന്ന വൈവിധ്യമാർന്ന രുചിയുള്ള മനോഹരമായ പാനീയങ്ങൾ കുടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, വ്യത്യസ്തമായ വസ്ത്രം ധരിക്കുന്ന ഒരു കാലം. ഒരു കല്യാണത്തിന് ചെറുപ്പക്കാരൊക്കെ ഒരു യൂണിഫോം, ഒറ്റ കളറിൽ എല്ലാവരും ഒരുപോലെ. എന്നാ പിന്നെ അടുത്ത കസിന്റെ കല്യാണമാണ്, എന്നാ പിന്നെ അടുത്ത വേറൊരു ഡ്രസ്സ് ഒരുപോലെ. നെക്സ്റ്റ് കല്യാണം വേറൊരു കസിന്റേതാണ്, അവിടെ വേറൊരു ഡ്രസ്സ്. ഇങ്ങനെ വസ്ത്രം കൊണ്ടൊരു കളി കളിക്കുക.
ഒരു പെരുന്നാളിന് തന്നെ 4-5 മോഡൽ വരെ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇന്നെടുത്തു കൊടുത്ത വസ്ത്രം നാളെ കല്യാണത്തിന് പോകുമ്പോ ആ ഒരു വസ്ത്രം ധരിച്ചു. അടുത്ത കല്യാണം വരുമ്പോ പുതിയാപ്പിളോട് പറയാ, എനിക്ക് വസ്ത്രം വേണം, കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തിട്ടുള്ളൂ, അത് ആ കല്യാണത്തിന് ഞാൻ ഇട്ടില്ലേ ചോദ്യം. പിന്നെ ഒരു പ്രാവശ്യം ഇട്ട് അത് മാറ്റിവെക്കുക. വ്യത്യസ്തമാർന്ന ഭക്ഷണം വസ്ത്രം ധരിക്കുക. നമ്മളിപ്പോ ഡ്രസ്സിന് എത്ര ഡ്രസ്സുണ്ട്, ആണുങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് എന്തൊക്കെ വേഷമുണ്ട്, ഫാൻസിന് എന്തൊക്കെ പേരുണ്ട്. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മളെല്ലാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കാൻ വേണ്ടി പറയാൻ നബി തങ്ങളുടെ ആ മനോഹരമായ ഹദീസുകൾ, ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ വമാ യൻതിഖു അനിൽ ഹവാ. നബി തങ്ങൾ പറഞ്ഞതൊന്നും സ്വന്തമായി ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണിതൊക്കെ. അല്ലാഹു പറയാൻ പറഞ്ഞ വിഷയങ്ങളാണിതൊക്കെ. ഖിയാമത്ത് നാളിന്റെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നല്ലാതെ പിന്നെ നമ്മൾ എന്നാണ് നന്നാവുക? ചെറുപ്പക്കാരാ, ആരെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ പറയട്ടെ, മക്കയിലേക്ക് ഉംറക്ക് പോയ ആളുകളാണ് നമ്മളൊക്കെ. മക്കയിൽ പോയ ആളുകളാണ്. എന്നൊക്കെ പൊക്കി നോക്കട്ടെ, മക്കയിലേക്ക് ഇവിടെ ഇരുന്ന ആളുകളിൽ മക്കയിൽ പോയ ആളുകൾ എന്നൊക്കെ പൊക്കി. മക്കയിൽ